ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി, അത്താഴ നേരത്ത് എഴുന്നേൽക്കുന്നവർക്ക് വേണ്ടി, അത്താഴ നേരത്ത് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെയും മലക്കുകളുടെയും പ്രാർത്ഥനയുണ്ട്. അല്ലാഹുവിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റഹ്മത്തുഹു, അല്ലാഹുവിന്റെ റഹ്മത്താണ്. അത്താഴത്തിൽ എഴുന്നേൽക്കുന്നവർക്ക് ഞങ്ങൾ പറയുമായിരുന്നു, തസഹ്ഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കണം. വളരെ ചുരുങ്ങി ചെറിയ ഭക്ഷണമാണെങ്കിലും അത്താഴം എഴുന്നേൽക്കണേ. ഫജ്റിന്റെ മുമ്പ് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ഫഇന്ന ഫിസ്സഹൂരി ബറക, ആ അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി. ജൂതന്മാരെ നോമ്പെടുക്കാറുണ്ട്, ജൂതന്മാർക്ക് അത്താഴമില്ല. നിങ്ങൾ ജൂതന്മാരെ പോലെ ആവരുതേ, നിങ്ങൾ അത്താഴം കഴിച്ചുകൊണ്ട് നോമ്പെടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒരിക്കൽ അതിൽ പ്രയാസം. ഉറക്കാണും എന്നെ വിളിക്കണ്ടട്ടോ, സുബഹിയായിട്ട് വിളിച്ചാൽ മതി. വേണ്ട, എന്ത് ചെയ്യാ, സുബഹിക്ക് ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അല്പം വെള്ളമോ ബ്രെഡോ എന്തെങ്കിലും ആ സുന്നത്തിന് വേണ്ടി ഫഇന്ന ഫിസ്സഹൂരി ബറക, ആ സഹൂറിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ നമ്മുടെ നബി റസൂലുള്ളാഹി. ആ ബറക്കത്തിന് വേണ്ടി എഴുന്നേൽക്കണേ. എന്താ കാരണം അറിയോ? ഇന്നല്ലാഹ വമലായികതഹു, അല്ലാഹുവും അവന്റെ മലക്കുകളുടെയും നോട്ടമുണ്ട് അവിടേക്ക്. അത്താഴ നേരത്തെ എഴുന്നേൽത്ത് നോമ്പ് നോൽക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ പ്രത്യേകമായ റഹ്മത്ത് വരികയും അല്ലാഹുവിന്റെ മാലാഖമാർ ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുമെന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നോമ്പുകാർക്കല്ലാതെ മറ്റാർക്കാണ് കിട്ടുന്നത്? من صام يوما في سبيل الله جعل الله بينه وبين النار خندقا كما بين السماء والأرض. അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന് വേണ്ടി ആരെങ്കിലും നോമ്പെടുത്താൽ ആകാശഭൂമികൾക്കിടയിലുള്ള ദൂരം പോലെ ആ മനുഷ്യന്റെയും നരകത്തിന്റെയും ഇടയിൽ അള്ളാഹു കിടങ്ങ് കുഴിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.